2017 മോഹൻലാലിന് കൈനിറിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളാണ് ഉള്ളത്. സിനിമാ സമരം മൂലം ക്രിസ്മസിന് റിലീസ് ചെയ്യാൻ കഴിയാതെ പോയ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന ചിത്രമാണ് സൂപ്പർ സ്റ്റാറിന്റെ പുതുവത്സരത്തിലെ കന്നി ചിത്രം. സൂപ്പർ ഹിറ്റ് ചിത്രമായ വെള്ളിമൂങ്ങയ്ക്ക് ശേഷം ജിബു ജേക്കബ് സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമാണ് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. ദൃശ്യത്തിന് ശേഷം മോഹൻലാൽ മീന ജോഡികൾ ഒന്നിക്കുന്നുവെന്ന പ്രത്യേകത കൂടി സിനിമയ്ക്ക് ഉണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിയായ ഉലഹന്നാൻ എന്ന കഥാപാത്രമായാണ് മോഹൻലാൽ ചിത്രത്തിലെത്തുക. ഐമ, കലാഭവൻ ഷാജോൺ, അനൂപ് മേനോൻ, ഷറഫുദ്ദീൻ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോൾ നിർമ്മിക്കുന്ന സിനിമയ്ക്ക് തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് എം സിന്ധുരാജാണ്. ചിത്രത്തിന്റേതായി പുറത്തുവിട്ട ട്രെയിലറിനും ടീസറിനും ഗാനങ്ങൾക്കും മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. അതിനുശേഷം മോഹൻലാൽ മേജർ രവി കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമായ 1971 ബിയോണ്ട് ബോർഡേഴ്സ് തിയേറ്ററുകളിലെത്തും. ഇന്ത്യ പാക് യുദ്ധസമയത്ത് രാജസ്ഥാനിൽ നടന്ന സംഭവമാണ് കഥയുടെ പ്രമേയം. രണ്ട് ഉയർന്ന പട്ടാള ഉദ്യോഗസ്ഥരുടെ ജീവിതവും അവരുടെ ബന്ധവുമൊക്കെ പറയുന്ന സിനിമ യഥാർത്ഥ സംഭവത്തെയാണ് ദൃശ്യവൽക്കരിക്കുന്നത്. കൂടാതെ ഈ വർഷം പവൻ കല്യാൺ നായകനാകുന്ന മറ്റൊരു തെലുങ്ക് ബിഗ് ബഡ്ജറ്റ് ചിത്രവും മോഹൻലാലിനുണ്ട്. ജനതാ ഗാരേജിന് ശേഷം വീണ്ടും അന്യഭാഷാ ചിത്രത്തിൽ താരം സജീവമാവുകയാണ്. പിന്നീട് ബി ഉണ്ണികൃഷ്ണന്റെ സിനിമയും 2017 പ്രതീക്ഷിക്കാം. അതേസമയം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ലൂസിഫറും ഒരുപക്ഷെ ഈ വർഷം ആരംഭിച്ചേക്കാം. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.